ദുരന്തങ്ങൾ വിട്ടുമാറാത്ത ഭിന്നശേഷിക്കാരനായ ഒരു 10 വയസ്സുകാരൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വില്ലനായിരിക്കുന്നത് നിത്യേന ഉപയോഗിക്കുന്ന സാനിറ്ററി ഡയപ്പറാണ്. പലപ്പോഴും ഈ സാനിറ്ററി ഡയപ്പറുകൾ എവിടെ ഉപേക്ഷിക്കുമെന്നുള്ളത് ഈ സാനിറ്ററി ഡയപ്പറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വലിയ ആശങ്കയാണ്. ഇരുവൃക്കകളുമില്ലാത്ത ബാലന് ദിവസവും 7-8 ഡയപ്പർ ഉപയോഗിക്കണം. ഡയപ്പർ സംസ്കരിക്കാനാകില്ല എന്ന നിലപാടിലാണ് പെരുവയൽ പഞ്ചായത്ത്. ഡയപ്പർ കുന്നുകൂടിയതോടെ വാടക വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് വീട്ടുടമ. പെരിങ്ങളം പ്രദീപ് രജനി ദമ്പതിമാരുടെ മകൾ നിവേദിനായി സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ടിയിരിക്കുന്നു. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നോക്കണം. റിപ്പോർട്ട്. രണ്ടു നേരത്തെ ഡയാലിസിസിനിടയിലെ ഇടവേളകളാണ് ഇവന്റെ ജീവിതം. കാർട്ടൂണുകളുടെ കൗതുക കാഴ്ചകളിൽ ഒതുങ്ങുന്ന ചെറിയ ലോകം. വൃക്കകൾ തകരാറിലായതിനാൽ ഡയപ്പർ നിർബന്ധമാണ്. ദിവസവും 6-7 ഡയപ്പർ വേണം. വാടക വീടിന്റെ പിന്നാമ്പുറം ഡയപ്പർ മാലിന്യം കൊണ്ട് നിറഞ്ഞു. സംസ്കരിക്കാൻ ഒരു വഴിയുമില്ലെന്നാണ് പെരുവയൽ പഞ്ചായത്തിന്റെ മറുപടി. വീട്ടിൽ വെച്ചിട്ട് ഡയാലിസിസ് പെരിട്ടോണിയൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാമ്പേഴ്സ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പാമ്പേഴ്സ് പിന്നെ ഒരു ദിവസം കൂടുതൽ വേണം, 7 എണ്ണമൊക്കെ വേണം. അത് കളയാൻ സ്ഥലമില്ല, ഫ്ലൂയിഡ് ഇടാനൊന്നും സ്ഥലമില്ല. ആരോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഒക്കെ ശരിയാക്കാന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ഇറങ്ങിപ്പോവും. ആരെന്തും ചെയ്തു തന്നാലുള്ള നമുക്ക് വാടക വീടും ആയതുകൊണ്ടാണ് പ്രശ്നം. വീടൊഴിയാൻ ഉടമ പറഞ്ഞതോടെ കുടുംബം കുഴങ്ങി. കൂലിപ്പണിക്കാരനായ അച്ഛന്റെ വരുമാനം മരുന്നിന് പോലും തികയില്ല. കുഞ്ഞിന്റെ വൃക്കകൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന ചിന്താഭാരവും ഈ ചെറിയ കുടുംബത്തെ ഭീകരമായി തളർത്തുന്നുണ്ട്. 2 കിഡ്നി പോയതാണെന്നുള്ളത് ഞങ്ങളിപ്പോൾ ഈ അടുത്ത് അറിഞ്ഞ്. അപ്പോൾ 6 മാസമായിട്ട് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കിഡ്നീനെ മാറ്റി വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ പറയാനാണ് പറഞ്ഞത്. പറ്റൂല എന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു. വേറൊരു ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു ഭിന്നശേഷി ഉള്ളതുകൊണ്ട് പറ്റൂലെന്ന്. പിന്നെ ഇപ്പോൾ ഈ അടുത്തവന് മൂത്രത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മൂത്രം ഒറ്റി ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ആദ്യം കാരണം അങ്ങനെയായിരുന്നത്. അപ്പോൾ അതിന് യൂറോളജീൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് മാറ്റാൻ പറ്റും, ആരും മാറ്റാൻ പറ്റാതെ ഇല്ല എന്ന് പറഞ്ഞു. മകനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ സ്വന്തം കരൾ രോഗത്തെക്കുറിച്ച് പോലും ഈ അമ്മ ഓർക്കാറില്ല. സ്വന്തമായൊരു വീട് സ്വപ്നങ്ങളിൽ പോലുമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഡയപ്പർ സംസ്കരണത്തിനെങ്കിലും നമുക്കിവരെ സഹായിക്കണം. BS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.